നിങ്ങൾ കണ്ടില്ലേ രാവിലെ 10 മണി മുതൽ ഇവിടെ വന്ന ആൾക്കാരെ മുഴുവൻ അവർ തടയില്ലേ. എന്നെ മാത്രമല്ലല്ലോ, 10 മണി മുതൽ പാവപ്പെട്ട ആൾക്കാർ അപേക്ഷയും കൊണ്ട് മേയറെ കാണാൻ വരുമ്പോഴേക്കും മേയറെ കാണാൻ പറ്റില്ല, മേയറുടെ റൂമിൽ കയറാൻ പറ്റില്ല. എൻ്റെ റൂമിൽ ആർക്കും കയറാം, ഏത് സമയം തുറന്നിട്ടിരിക്കാനുള്ള. ഇത് പൂട്ടാറില്ല. സ്റ്റാഫിന് വരാം, ജനങ്ങൾ വന്ന് ഇവിടെ ഇരിക്കും. ഞാൻ വരുമ്പോൾ അവർക്ക് ആർക്കും ഇവിടെ വരാൻ പാടില്ല. അവരെല്ലാം ഭയപ്പെടുത്തി വിടുകയാണ്. സംഘർഷ സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിച്ചതെന്നാണ് അവർ പറയുന്നത്. വേണമെങ്കിൽ പുറകിലെ ഗേറ്റിലൂടെ കടക്കാം, അതാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഗേറ്റിലൂടെ കടക്കാൻ വേണ്ടി വേറെ ആളെ നോക്കിയാൽ മതി. മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കാനല്ലേ എന്നെ മേയറാക്കിയിരിക്കുന്നത്. പുറകത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടുള്ളൂ, മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടില്ല. ഞങ്ങൾ മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ കടന്നില്ലേ, മുമ്പത്തെ ഗേറ്റിലൂടെ കടന്നില്ലേ, അവർ പുറത്ത് തന്നെ ഇരിക്കുകയല്ലേ, ഇതാ കടന്നിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ച് അതൊക്കെ AK സെൻറ്ററിൽ പോയി പറഞ്ഞാൽ മതി. പരിക്കേറ്റ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കാലിന് നല്ല പെയിനുണ്ട്, ഇടത് കാലിന്. ചെരുപ്പ് അവിടെ പോയി. സംഭവിച്ചത് എന്താണെന്ന് അല്ല ഞാൻ ചോദിക്കട്ടെ. മേയറെ കാണാൻ വരുന്നവരെ രാവിലെ മുതൽ ഭീഷണിപ്പെടുത്തി വിടുക. മേയർ വന്നപ്പോൾ തന്നെ മുമ്പ് നിന്ന് കുറച്ചൊരു മുദ്രാവാക്യം വിളിക്കുക. അവരെ മുദ്രാവാക്യത്തിന് കീഴടങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോകണോ? എൻ്റെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്, കളക്ടർ സത്യപ്രതിജ്ഞ ഇവിടെ അയച്ചത് ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി മേയറുടെ റൂമിൽ നിന്ന് പ്രവർത്തിക്കാനാണ്. അതിനുവേണ്ടി വരുമ്പോഴേക്കും അതിൻ്റെ മുമ്പിൽ കസേര വിളിച്ചിട്ട് അവർക്ക് ചെയ്യാമല്ലോ, 2 സൈഡിലും സമരം ചെയ്യാമല്ലോ. ഞങ്ങളൊന്നും പറയില്ല. റോഡിൻ്റെ 2 സൈഡിലും അവർ സമരം ചെയ്യുന്നു. അവരുടെ സമരത്തിന് ഞങ്ങൾ എപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട്. അവരുടെ സമരം ചെയ്യാനുള്ള അവകാശമാണ്, ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മേയറുടെ റൂമിൽ കയറാൻ സമ്മതിക്കുന്നതൊക്കെ പറഞ്ഞാൽ അത് നടക്കുമോ? അതൊക്കെ അവരോട് വെച്ച് അവസാനിപ്പിച്ചോളണം. അത് നടക്കില്ല. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ മേയറുടെ ഓഫീസിൽ ഒരു ദിവസം പോലും മേയറെ കയറാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും ഞങ്ങളിവിടെ സമരം നടത്തിയതിൻ്റെ റെക്കോർഡുകൾ കാണിക്കൂ. നിങ്ങളൊരു വിഷയമുണ്ടോ? ഞങ്ങൾ ചെയ്തിട്ടില്ല. മേയർ ഓഫീസിൽ കയറാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളങ്ങ് നടത്തിയിട്ടില്ല. മേയറുടെ കസേര ഡോറിൻ്റെ മുമ്പിൽ കസേര എടുത്തിട്ടിട്ട് അവരിരിക്കെ രാവിലെ മുതൽ വന്നു പോകുന്ന ആൾക്കാരെയൊക്കെ തന്നെ പേടിപ്പിച്ച് വിടുകയും ചെയ്യുന്ന അങ്ങനെയല്ലേ. എനിക്ക് രാവിലെ 2 ചടങ്ങുള്ളതുകൊണ്ട് ഞാൻ 9:00 ഇവിടെ എത്തേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് എത്തിയപ്പോഴേക്കും ഓഫീസിൽ കയറാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ പറ്റില്ല. ജനാധിപത്യപരമായിട്ട് സമരം ചെയ്യുന്നത് ഒരു രാജി ആവശ്യപ്പെട്ടാണ് സമരം. അതിലെന്തെങ്കിലും തീരുമാനമുണ്ടോ? അതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ. ഞാൻ ഡൽഹിയിൽ വെച്ച് അന്ന് മറുപടി പറഞ്ഞു. അതൊക്കെ അതൊന്നുമല്ല പ്രശ്നം. കോർപ്പറേഷൻ ഓഫീസിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല. വനിതകളായിട്ടുള്ള ജയിച്ചു ജനപ്രതികളെ ആക്രമിക്കുക, അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് അവർ അവസാനിപ്പിച്ചേ പറ്റൂ. അതിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. സമരത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്തേ അല്ല ഇന്ന വിഷയമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ആവശ്യത്തിൽ കൂടുതൽ ആവശ്യം നമ്മൾ സംസാരിച്ചു. ഇനി അടുത്തൊരു സ്റ്റേജ് വരുമ്പോൾ സംസാരിക്കാം. അത് ഞങ്ങളുടെ സുഹൃത്തെ അതിൽ നിങ്ങൾക്കായിരിക്കും പ്രതിസന്ധി, CPM പ്രതിസന്ധി ആയിരിക്കും. ഇവിടെ ജനങ്ങൾക്കും കൗൺസിലർ ഭരണസമിതിക്ക് ഒരു ഞാൻ പറയാം. ഇന്ന് നമുക്ക് വിജിൻ ഞാൻ അതിൽ മറുപടി പറയില്ല. കാരണം ഒരുപാട് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാൻ തരാം. ഇന്ന് അതിൻ്റെ ദിവസമല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് കോർപ്പറേഷൻ ഓഫീസിൽ വരണം. അതിന് അക്രമവും അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്നത് അനുവദിക്കാൻ പറ്റില്ല. മേയർക്ക് വരണം, കൗൺസിലർമാർക്ക് വരണം, ഡെപ്യൂട്ടി മേയർക്ക് വരണം. അതിനൊന്നും തടയാനോ അല്ലെങ്കിൽ അക്രമം